ഫോട്ടോയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ലെങ്കിൽ പ്രശ്നമുള്ളവരുണ്ടോ? ഉണ്ടല്ലേ. ആരായി നോറ മുസ്കാൻ? നോറ, ദിസ് വീഡിയോ ഈസ് ഫോർ യു. റീസെന്റ് ഞാനൊരു മെന്റലിസം ഷോ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗസ്റ്റ് ആയിട്ട്. അതിൽ ബിഗ് ബോസിലെ കുറച്ച് കോക്കട്ടസ്റ്റൻസും ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഷോ എല്ലാം കഴിഞ്ഞിട്ട് കുറെ നാളുകൾക്ക് ശേഷം കണ്ട എന്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ അതിൽ റെനയും ആദിലയൊക്കെ വ്ലോഗ് എടുക്കുന്നുണ്ടായിരുന്നു. ഈ വ്ലോഗ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിലൊരു ഫ്രെയിമില് ഞാനും ആദിലയും കൂടെ ഒരു ഫ്രെയിമിൽ വരുന്നൊരു സംഭവം ഉണ്ട് ആ പോസ്റ്റിനകത്ത്. അത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കുറേ മെസ്സേജസ് വരാൻ തുടങ്ങി. ഞങ്ങളെ ഒരേ ഫ്രെയിമിൽ കണ്ടതിന്റെ ബേസിസിലുള്ള മെസ്സേജസ് ആണ്. ഇത് കഴിഞ്ഞപ്പോ ഞാൻ ആദിലെ വിളിച്ചു. അപ്പൊ എന്റെ കയ്യില് ഫിനാലയുടെ സമയത്ത് ഞങ്ങൾ ക്യാരവാനിൽ വെച്ച് ഒരുമിച്ച് എടുത്തൊരു ഫോട്ടോ ഉണ്ടായിരുന്നു. അത് പോസ്റ്റ് ചെയ്യുന്ന കാര്യം ചോദിച്ചപ്പോഴത്തേക്കും കൊളാബാക്കിടത്തിലെന്നും ആദില ചോദിച്ച് അങ്ങനെ ഞങ്ങൾ പരസ്പര സമ്മതത്തോടു കൂടി തന്നെ ആ ഫോട്ടോ പോസ്റ്റ് ചെയ്യാറുണ്ട്. സോ ആ പോസ്റ്റിന്റെ താഴെ ഞാൻ ആ കമന്റ്സിനെ ഈ മാവിന്റെ മുകളിൽ വളരാൻ ശ്രമിക്കുന്ന എത്തിക്കണ്ണികളില്ലേ അതുപോലെ കാണുന്നുള്ളൂ. കുറെ കമന്റ്സ് ഉണ്ടായിരുന്നു. ലൈക്ക് ലേശം ഉളുപ്പ്, ഈ പോസ്റ്റ് മോൻ കണ്ടാൽ പ്രശ്നമില്ലേ, ഫോട്ടോ കൊളാബ് മാത്രമേ ഉള്ളൂ, വീട്ടിൽ കയറ്റാൻ പറ്റത്തില്ലേ, അങ്ങനെയൊക്കെ കുറെ കമന്റ്സ് ഉണ്ടായിരുന്നു. എനിക്ക് തന്നോട് പറയാനുള്ളത്, ഐഡിയോളജിക്കൽ ഡിസഗ്രിമെന്റ്സ് ഉള്ളവര് ഒരിക്കലും ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറരുതെന്നോ ഒരു ഫോട്ടോയ്ക്ക് ഒരുമിച്ച് പോസ് ചെയ്യരുതെന്നോ പറയാൻ പറ്റത്തില്ല. വ്യത്യസ്ത നിലപാടുള്ളവർക്കും എപ്പോഴും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഒരാൾക്ക് ചിലപ്പോൾ ചില ജീവിത രീതികളോടോ ബന്ധങ്ങളോടോ യോജിച്ചു പോകാൻ കഴിയണമെന്നില്ല. അത് അവർ ചിലപ്പോൾ വളർന്നു വന്ന സാഹചര്യം, ജീവിത പശ്ചാത്തലം, വിശ്വാസങ്ങൾ, അങ്ങനെ കുറെ കാര്യങ്ങളുടെ ബേസിസിലായിരിക്കാം. അതൊരിക്കലും വേറൊരാളെ അപമാനിക്കലല്ല, ഒരു പേഴ്സണൽ ബൗണ്ടറി സെറ്റ് ചെയ്യുന്നതാ. ഓരോരുത്തർക്കും അവരുടെ പേഴ്സണൽ സ്പേസ് എങ്ങനെ വേണമെന്ന് നിശ്ചയിക്കാനുള്ള വ്യക്തി സ്വാതന്ത്ര്യം ഇല്ലേ? എനിക്ക് ആദിലെടുത്തോ നൂറെടുത്തോ വ്യക്തിപരമായിട്ട് യാതൊരു പ്രശ്നമില്ല. കാരണം ഹ്യൂമൻ ബീങ്സ് എന്നുള്ള രീതിയിൽ ഞാൻ അവരെ കംപ്ലീറ്റ്ലി റെസ്പെക്ട് ചെയ്യുന്നു. പിന്നെ അക്സെപ്റ്റൻസ് ആവശ്യപ്പെടുന്നതും റെസ്പെക്ട് പുലർത്തുന്നതും രണ്ട് കാര്യങ്ങളാണ്. ഒരാളോട് ആശയപരമായിട്ടും അവരുടെ രീതികളോടും നമുക്ക് വിയോജിപ്പുണ്ടെങ്കിൽ പോലും ആസ് ഹ്യൂമൻ ബീങ്സ് അവർക്ക് നമുക്ക് കംപ്ലീറ്റ് റെസ്പെക്ട് കൊടുത്തിട്ട് തന്നെ പെരുമാറാൻ പറ്റും. ഒരാൾക്ക് മറ്റൊരാളോട് സംസാരിക്കാം, ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറാം, ഒരുമിച്ച് ഫോട്ടോ എടുക്കാം, ഒരേ വേദി പങ്കിടാം, ഇൻസോംനിയ എന്നുള്ളൊരു മെന്റലിസ്റ്റിന്റെ ഷോ നമുക്ക് അറ്റൻഡ് ചെയ്യാം ഒരുമിച്ച്, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള വ്ളോഗിൽ ഒരുമിച്ച് തല കാണിക്കാം, എല്ലാം ചെയ്യാം. പക്ഷെ വിശ്വാസങ്ങള് ലൈക്ക് ഓപ്പോസിറ്റ് ആണെങ്കിൽ അത് വ്യത്യസ്തമായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും പറ്റും. അത് ബൗണ്ടറി പ്ലസ് സിവിലിറ്റി എന്ന് പറയും. എന്താ വെച്ചാൽ അതിലെടുത്ത് ഞാൻ ഒരുമിച്ചൊരു ഫോട്ടോ എടുത്തു വെച്ചാൽ അതിന്റെ അർത്ഥം എന്റെ നിലപാട് ഞാൻ മാറ്റിയെന്നല്ല, ഒരു സാമൂഹിക പരിഗണന, ആ ഒരു മര്യാദ ഞാൻ അത് കൊടുക്കുന്നതിന്റെ ഒരു പ്രതിഫലനമാണ്. സോ നൂറ, എനിക്കും ആദിലയ്ക്കും ഇല്ലാത്ത പ്രശ്നം തനിക്ക് ഈ കാര്യത്തിൽ വേണ്ട. സ്നേഹം പറക്കട്ടെ, സ്നേഹം മാത്രം പറക്കട്ടെ. ഈ ഫോട്ടോ